ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. അവിടെ മൂത്തമ്മ മറ്റേ വെള്ളാരങ്കല്ലുണ്ടല്ലോ, വെള്ളാരങ്കല്ല് അരക്കണുണ്ട്, പൊടിച്ചിങ്ങാണ്ട് അരക്കണുണ്ട്. അത് എന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ചോദിച്ച് പറഞ്ഞു തരാം കേട്ടോ. മൂത്തമ്മ, ഇതെന്തിനാണ് ഈ വെള്ളാരങ്കല്ല് അരക്കണ്? ഇന്നത്തെ കറി കറിയിൽ കൂട്ടാം. ഇത് വല്ല സാമ്പാർ അരക്കാനാണ്, സാമ്പാർക്ക് ഇടാനാണ്. സാമ്പാറിന് വെള്ളാരം കല്ല് കലക്കിപ്പായ എവിടെ എന്തിന് സാമ്പാർ വെക്കുക. സാമ്പാറിൽ വെള്ളാരം കല്ല് അരച്ചിട്ട് കൂട്ടുക. നല്ല രുചി അരച്ചോക്കൊണ്ട്. അതല്ല, അത് കലം അടക്കാൻ. ഇത് കണ്ടിക്കണം, കലം അടക്കണ ഇത് കണ്ടിട്ടില്ലല്ലോ. അതെ, കുടുക്ക ഓട്ടപ്പെട്ടാല് അടുപ്പത്ത് വെച്ചിട്ട് ശർക്കര കൂട്ടി അരച്ച് അതങ്ങനെ അയക്ക് കൂട്ടണം. അയക്ക് ചൂടത്ത് വെച്ചിട്ട് അയക്കണം പാര്യ. മങ്കുടുക്കൻ്റെ ചാർജ് കഴിഞ്ഞു അല്ലേ? ഇല്ല, മങ്കുടുക്കൻ്റെ ഓട്ട അടക്കാൻ വേണ്ടിയാണ്ടാണ് കേട്ടോ മൂത്തമ്മ വെള്ളാരങ്കല്ല് ഇതാക്കുന്നത്. ഇതും പിന്നെന്താ ശർക്കരയും കൂട്ടിയിട്ട് നല്ലോണം അരച്ചിട്ട് മണ്ണും കൊടുക്ക അടുപ്പത്ത് വെച്ചിട്ട് അയക്ക് വെള്ളാരങ്കല്ല് സ്പൂണിലുകൊണ്ട് പാര്യ. എന്നിട്ട് അത് നല്ലോണം തിളച്ച് ഉണങ്ങിയിട്ട് എടുക്കുക. എന്നിട്ട് എടുത്ത് കൗത്തി വെച്ചിട്ട് നല്ലോണം ഉണങ്ങിയിട്ട് മൂറി വെള്ളം പാർന്ന് അടുപ്പത്തിക്കുക. സൂപ്പർ കുടിക്കാവും. അപ്പോൾ മങ്കുടുക്കാളൊക്കെ ഓട്ടപ്പെട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളിപ്പോൾ ഉണ്ടാക്കണ കാണാം. അപ്പോൾ അവിടെ ഇല്ലേ എല്ലാത്തിനും പറ്റില്ല അക്കരങ്ങളെല്ലാം ഒഴിവാക്കണ്ട. ഓട്ടയിക്കണേൽ ഒഴിവാക്കണ്ട. വെള്ളാരം കല്ല് അരച്ച് പറഞ്ഞാൽ മതി. വെള്ളാരം കല്ലും ശർക്കരി ഉരുക്കണ്ട. ശർക്കരയും വെള്ളാരം കല്ലും ഇങ്ങനെ തന്നെ. എന്നിട്ട് കുടുക്ക അടുപ്പത്തേക്കാം. കുടുക്ക ചൂടായിട്ട് അയക്ക് കുടുക്ക ചൂടാകുമ്പോൾ തയ്ക്കണം. അങ്ങനെ കാട്ടിയാൽ മണ്ണും കുടുക്കിയും പറ്റും, സ്റ്റീൽ പാത്രം പറ്റും, എല്ലാതും പറ്റും. എന്ത് പാത്രത്തിനൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്താൽ. പണ്ടത്തെ ഓരോ ഇതാണ് കേട്ടോ. ഇങ്ങനെ കുടുക്കൻ്റെ ഓട്ട അടക്കണോ. നമ്മളൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ കുടുക്കൊക്കെ ഓട്ടായി കഴിഞ്ഞാൽ വലിച്ചെറിയും, അല്ലെങ്കിൽ ഒക്കെ പഴയത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിങ്ങാണ്ട് അങ്ങനെ കൊടുക്കല്ലേ കാരം. അപ്പോൾ ഇത് പഴയ കാലത്തുള്ള കുടുക്ക ഓട്ട അടക്കണതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ശർക്കരയും കൂടി ഇട്ടുങ്ങാണ്ട് അരക്കുകയാണ് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച്. ആദ്യം വെള്ളാരങ്കല്ല് നല്ലോണം അരച്ച് നല്ലോണം നൈസ്, വെള്ളാരങ്കല്ല് നൈസ് പൊടി പോലെ ആവണം കേട്ടോ. എന്നിട്ട് അതിക്ക് ശർക്കര കൂട്ടി. അപ്പോൾ ഇതാക്കണേ നമ്മള് വെള്ളാരങ്കല്ലും ശർക്കരയും കൊണ്ട് കുടുക്കൻ്റെ ഓട്ട അടക്കണതാണ് കേട്ടോ. അപ്പോൾ വെള്ളാരങ്കല്ല് നല്ലോണം നൈസ് പൊടിയാക്കിങ്ങാണ്ട് നല്ലോണം അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ശർക്കര ഇട്ടുങ്ങാണ്ട് കൂട്ടി അരക്കുകയാണ്. അപ്പോൾ ഇതാക്കണ ഇങ്ങനെയാണ് കേട്ടോ. വെളിച്ചം കുറവാണ്. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പിന്നെ കുടുക്ക അടുപ്പത്ത് തീമ വെച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് ഇതാണ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ശർക്കരൻ്റെ ഒരു നൊര പോലെ ഇങ്ങനെ പൊന്തും. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ കുടുക്ക വാങ്ങി വെച്ചിട്ട് നല്ലോണം ഉണങ്ങാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. കുടുക്കൻ്റെ ഓട്ടയും അടയും. ഓക്കെ, ഇത് സ്റ്റീൽ എല്ലാ കുടുക്കാക്കും, എല്ലാ ഓട്ടപ്പെട്ട എല്ലാ പാത്രത്തിനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നു കേട്ടോ മൂത്തമ്മനോട്, വെള്ളാരങ്കല്ലിൻ്റെ പൊടിയല്ലേ, അപ്പം അത് നമ്മൾ ഭക്ഷണം വെക്കണ കുടിക്കതും കാര്യങ്ങളൊക്കെ അല്ലേ പറയണം. അപ്പം ഏതായാലും അത് ഉരുക്കി കഴിഞ്ഞ് നമ്മൾ വാക്സിൻ്റെ ഒക്കെ പോലെ ആയിട്ട് ഒട്ടി അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അല്ലാതെ അതവിടെ നിന്ന് അങ്ങനെ പോരും കാര്യങ്ങളൊന്നുമില്ല. അത് ഓട്ട അടക്കാനാണ്, അല്ലാതെ നമ്മളത് ഭക്ഷണം വെച്ചിങ്ങാണ്ട് അങ്ങനെ കഴിക്കാനും ഇതാക്കാനും ഒന്നുമല്ല. അപ്പം എന്തായാലും ഓട്ട പിന്നെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും പിന്നെ ഉപയോഗിക്കൂലല്ലോ. അപ്പം എന്തായാലും അങ്ങനെ. ഞമ്മക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതൊന്നും ശരിക്കും അറിയില്ല കേട്ടോ. പഴമക്കാരെ ഒരു കാട്ടിക്കൂട്ടിലാണ് ഓട്ട എടുക്കുന്നതൊക്കെ. സത്യമാണോ എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും മൂത്തം കൊടുക്കാളതും പാത്രങ്ങളതും. അപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ അസ്സലാമു അലൈക്കും. നമ്മളെ മൂത്തമ്മ പോവാണ്.
ചെലാലും ചേർക്കാന്ന മോളെ വാലേക്കും സലാം. കുഞ്ഞാവേ അസ്സലാമലൈക്കും. മൂത്തമ്മ ചെറിയാത്താനോടോന്ന്. ആ ചെറിയാത്ത അസ്സലാമലൈക്കും. കുഞ്ഞിത്തല്ലേ അസ്സലാമലൈക്കും. ഒരു മരുവിലച്ച്